അധ്യക്ഷൻ സഖാവ് പി വിജയകുമാർ പ്രസിഡന്റ് അവരുടെ സമ്മതിതരായ നേതാക്കന്മാർ വേദിയിരിക്കുന്ന സെക്രട്ടറി ജനറൽ സഖാവ് എസ് കെ സെൻട്രൽ പ്രസിഡന്റ് കോമറേഡ് എൽമണി, സെൻട്രൽ വൈസ് പ്രസിഡന്റ് സഖാവ് കെ എസ് മണി, സോണൽ സെക്രട്ടറി സഖാവ് എം മുള്ളി, സോണൽ ജോയിന്റ് സെക്രട്ടറി സഖാവ് കെ സി ജെയിംസ്, സഖാവ് വി കെ ശ്രീകുമാർ, ALRCയുടെ മറ്റു ഡിവിഷണൽ സോണൽ ഭാരവാഹികളെ, ഈ സംഘടനയുടെ സോണൽ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ പ്രതിനിധിയായി വന്നിരിക്കുന്ന സഖാവ് എസ് ടി ആർമോൾ, കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്റെ കോർഡിനേറ്ററായിട്ടുള്ള ശ്രീ സമ്പത് കുമാർ, ALRCയുടെ പ്രിയപ്പെട്ട സഖാക്കൾ, ഓഗസ്റ്റ് 9 ചാർജ് എടുത്ത സോണൽ കമ്മിറ്റിയുടെ കഴിഞ്ഞ 4 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സോണൽ സെക്രട്ടറി സഖാവ് കൂടി അവതരിപ്പിച്ചു കഴിഞ്ഞു. ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ കഴിഞ്ഞകാല പ്രവർത്തനത്തിൽ സോണൽ കമ്മിറ്റിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. ഔപചാരികമായ റിപ്പോർട്ട് അവതരണത്തിന് മുമ്പേ 1-2 വാക്കുകൾ. ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ 4 വർഷത്തെ സോണൽ കമ്മിറ്റിയിലുള്ള അനുഭവങ്ങൾ ALRCയുടെ ഏത് മെമ്പറിൽ എന്ന പോലെ എനിക്കും തീർച്ചയായും ആവേശകരമായിരുന്നു. ഇത്തരം വലിയൊരു ദൗത്യം വിശ്വസിച്ചേൽപ്പിച്ച ALRCയുടെ ഓരോ അംഗങ്ങളുടെയും എന്നോടുള്ള പരിഗണനയ്ക്ക് ഞാൻ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ ഒരു ഇൻസ്പിറേഷനായി തന്നെ നിന്നിട്ടുള്ള ALRCയുടെ സമ്മതരായ നേതാക്കന്മാർ സഖാവ് എൽമണി, സഖാവ് കെ എസ് മണി, സോണൽ പ്രസിഡന്റ്, ഒരു സബോർഡിനേറ്റർ എന്ന പോലെ ഈ വർഷം കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ അത്രയധികം സ്വാതന്ത്ര്യം തന്നുകൊണ്ട് വേണ്ട സമയങ്ങളിലെല്ലാം വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് സോണൽ കമ്മിറ്റിയുടെ നേതാവായി തലവരായി ഉണ്ടായിരുന്ന സഖാവ് പി വിജയകുമാറിനോട് വ്യക്തിപരമായ രീതിയിൽ നിന്നുള്ള നന്ദി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. സോണൽ സെക്രട്ടറി, സോണൽ ജോയിന്റ് സെക്രട്ടറി എന്ന രീതിയിൽ സഖാവ് എം മുള്ളി, സഖാവ് കെ സി ജെയിംസും ഈ പ്രവർത്തനത്തിൽ ഏറെ സഹായ സഹകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അവരെ ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഈ സോണൽ കമ്മിറ്റി നടത്തിയെടുക്കുമ്പോൾ സൗത്ത് സോണിൽ 7 ഡിവിഷനുകളുണ്ടായിരുന്നു. ബാംഗ്ലൂർ, മദ്രാസ് ഡിവിഷനുകൾ സൗത്ത് വെസ്റ്റ് റെയിൽവേയിൽ ഉൾപ്പെട്ടതിന് ശേഷം 5 ഡിവിഷനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഈ 5 ഡിവിഷനുകളിലെയും മുമ്പുണ്ടായിരുന്ന ബാംഗ്ലൂർ, മൈസൂർ ഡിവിഷണൽ കമ്മിറ്റികളെ അവർ നൽകിയ സഹകരണത്തിന്, പ്രോത്സാഹനത്തിന് ഈ അവസരത്തിൽ ഞാൻ നന്ദി പ്രകാശിക്കുകയാണ്. കഴിഞ്ഞ കാലത്തെ ഈ പ്രവർത്തനങ്ങൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ അവസരത്തിൽ എടുത്തു പറയപ്പെടുന്ന പല വ്യക്തിത്വങ്ങളുടെയും പല വ്യക്തികളുടെയും മുഖങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അതിൽ ചിലരെയും നേരിട്ട് ഞാൻ നന്ദി പ്രകാശിക്കട്ടെ. സഖാവ് സി ഡി രാജു, എക്സ് പാലക്കാട് ഡിവിഷണൽ സെക്രട്ടറി, ഇപ്പോൾ തിരുവനന്തപുരം ഡിവിഷനിലെ ERS ബ്രാഞ്ച് സെക്രട്ടറിയാണ്. വളരെ വിലപ്പെട്ട സഹായം നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. സഖാവ് വി ശ്രീരാം, എക്സ് മദ്രാസ് ഡിവിഷണൽ സെക്രട്ടറി, സഖാവ് എൻ നാരായണ, മധുരൈ ഡിവിഷണൽ സെക്രട്ടറി, പി കെ ഹരി, സി സതീഷ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പല രീതിയിൽ വളരെയധികം സഹായം തന്നിട്ടുള്ള സഖാക്കളാണ് തിരുവനന്തപുരം ഡിവിഷനിൽ. സഖാവ് വി ആർ പ്രകാശ് ഹീറോ ഡിപ്പോയുടെ
സമ്മതനായ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ സഹായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും എന്നും ഒരു സോണൽ പ്രസിഡന്റുകൾക്ക് ഞാൻ വളരെ വിലയിരുത്തുന്നു. പാലക്കാട് ഡിവിഷനിലെ ശ്രീ ഹരീന്ദ്രദാസ്, സി ടി ഷാജി, പാലക്കാട് ഡിവിഷണൽ സെക്രട്ടറി ജോമി ജോർജ്, ഈ റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്രിന്റിങ്ങിനുമെല്ലാം വളരെയധികം സഹായം ചെയ്തതെന്നാണ് സഖാവ് ഇ എ ഖാദർ എന്നിവരോട് ഞാൻ ഈ അവസരത്തിൽ എന്റെ നന്ദി പ്രകാശിപ്പിക്കുന്നു. കേരള ഹൗസ്ഹോൾഡിന്റെ കഴിഞ്ഞ 4 വർഷത്തെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും അംഗീകാരത്തിന് വേണ്ടി ഞാനിവിടെ സമർപ്പിക്കുന്നു. സംഘടനയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു രത്നചുരുക്കം മാത്രമാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് സമർപ്പിക്കും. Statement of accounts from 9/8/2002 to 27/10/2006. Receipts. Membership quota 2002 rupees 31,045. For the year 2003 rupees 22,602. 2004 rupees 23,350. 2005 rupees 24,300. Price of RSC books rupees 2,325. BGM due from Madurai division rupees 1,000. BGM due from BPJ division rupees 500. RSC books Madras rupees 2,000. RSC books Gundakal division rupees 200. RSC books Palakkad division rupees 250. RSC books TPJ rupees 100. Sonakota PGT 3,500 rupees. Sonakota TPJ rupees 1,500 rupees. Sonakota TVC for CWC development rupees 8,500. Sonakota PGT for CWC JDJ rupees 16,000 rupees. Sonakota Madurai rupees 2,000 rupees. Sonakota Madras rupees 16,000 rupees. Sonakota Division rupees 2,000 rupees. The next is, it is family relief fund collected for Comrade Patras of North Frontier Railway rupees 5,000 rupees. KLR strike fund from Madras Division rupees 18,000. Palakkad Division rupees 18,000. TVC Division rupees 18,000. From Central Fund collected by Madras Division rupees 10,000. So total receipts rupees 2,26,137. Now on page 2, the payments. Central quota of memberships 2002 rupees 15,855. 2003 rupees 12,096. 2004 rupees 11,657. 2005 rupees 12,048. Relief fund Comrade Patras North Frontier Railway 5,052. Expenditure on organization functioning 9/8/2002 to 31/12/2002 rupees 6,767. 2003 rupees 13,538. 2004 rupees 39,980. 2005 rupees 8,735. Up to 27/10/2006 rupees 4,064. Donation to Central Fund rupees 25,000. Expenses on strike program of ALRSA on September 29, 2005 rupees 62,640. So a total rupees 2,17,406. Total receipts rupees 2,26,137. Total payments rupees 2,17,406. Balance on hand rupees 8,731. Now the zonal quota for zonal conference 2006 at ERS
TVC 40,000 rupees, Madras division 30,000 rupees, Palakkad division 30,000 rupees, Madurai division 10,000 rupees, TPJ division 5,000 rupees. Total expenses expected is rupees 1,15,000. So here ഈ റിപ്പോർട്ട് ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശകലനത്തിനും അംഗീകാരത്തിനും വേണ്ടി ഈ കോൺഫറൻസ് ഉണ്ടാകെ ഞാൻ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. താങ്ക് യു. വേദിയിരിക്കുന്ന എല്ലാവരുടെ സമുദ്ര നേതാക്കന്മാരെ, പ്രിയ തൊഴിലാളികൾ, ഏകദേശം 2002 തുടങ്ങിയിട്ട് 2006 വരെയുള്ള 4 വർഷ കാലയളവിലെ സൗത്ത് സോണിന്റെ പ്രവർത്തന റിപ്പോർട്ടാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി സഖാവ് എം റോഡി നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് എന്നല്ല, ഈ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ALRCയുടെ അംഗം അല്ലെങ്കിൽ ഒരു സംഘടന ഏത് രീതിയിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത്, അത് ഏകദേശം 100% എത്തിയിട്ടില്ലെങ്കിലും അതിൻ്റെ അടുത്ത് വരെ എത്തുന്ന രീതിയിൽ നാം നേരിടുന്ന എല്ലാ വെല്ലുവിളികളും അതാത് സമയങ്ങളിൽ ശക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് നമ്മുടെ സോൺ കമ്മിറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന് പാലക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ പൂർണ്ണമായും അംഗീകാരം കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് വിമർശനാത്മകമായി വന്നിരിക്കുന്നത് സംഘടനയുടെ മെമ്പർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു സംഘടന എന്ന് പറയുമ്പോൾ സംഘടനയുടെ ശക്തി, സംഘടനയുടെ പ്രവർത്തനത്തിന്റെ ശക്തി, സംഘടന പ്രവർത്തിക്കുന്നതിന് പുതിയ അംഗം സംഘടനയിലേക്ക് വരുന്നത്, അതിൽ കുറവ് വരിക എന്നുള്ള സമയത്ത് തീർച്ചയായിട്ടും അത് സംഘടനാപരമായിട്ടുള്ള വീഴ്ചയാണ്. സെക്രട്ടറി വളരെ റിപ്പോർട്ട് സൂചിപ്പിക്കുകയുണ്ടായി. ശക്തിയുള്ള സ്ഥലങ്ങളിൽ മെമ്പർഷിപ്പ് കുറയുകയും അതുപോലെ തന്നെ മറ്റു മേഖലകളിലെ മെമ്പർഷിപ്പ് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. തീർത്തും വളരെ ഒരു വീഴ്ചയായിട്ടാണ് കാണുന്നത്. ഏത് ഡിവിഷണൽ തലത്തിലാണ് മെമ്പർഷിപ്പ് കുറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ ഒരു മെമ്പർഷിപ്പിൽ കുറവില്ലാത്ത രീതിയിൽ മുഴുവൻ ആളുകളെയും ALRCയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ കാഴ്ചവെക്കണം. അതിന് ബന്ധപ്പെട്ട ഡിവിഷൻ കമ്മിറ്റികളിൽ വേണ്ട രീതിയിലുള്ള പ്രവർത്തനം നടത്തണം. പിന്നെ വിമർശനം എന്ന് പറയാനായിട്ടുള്ളത്, കഴിഞ്ഞ കേഡർ റിവ്യൂവായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന പ്രശ്നത്തിൽ സോണൽ കമ്മിറ്റിയുടെ ഡെവലപ്മെന്റ് തീർച്ചയായിട്ടും വളരെയധികം വാക്കൻസികൾ വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഒരു നിർദ്ദേശമായിരുന്നു COM നേതൃത്വത്തിലുള്ള കേഡർ റിവ്യൂ കമ്മിറ്റി സമർപ്പിച്ചത്. അതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭം നടത്താനായിട്ട് സോണൽ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല. അത് തീർച്ചയായിട്ടും വീഴ്ചയാണ്. വാക്കൻസികൾ കുറയ്ക്കാറുള്ളത് യാതൊരു കാരണവശാലും നമ്മൾ അംഗീകരിക്കാൻ പാടാത്ത കാര്യമാണ്. ആ രീതിയിലുള്ള ഏത് രീതിയിൽ വരുന്ന സമയത്തും അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടിയിരുന്നു. എന്തോ ഒരു 100% തൃപ്തികരമായ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രോഗ്രാമുകൾ കാഴ്ചവെക്കാൻ ഈ കേഡർ റിവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റെല്ലാ രീതിയിലും സോണൽ സെക്രട്ടറി റിപ്പോർട്ട് ഞാൻ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു. പാലക്കാട് ഡിവിഷന്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. ഫിനാൻസ് റിപ്പോർട്ടിൽ ചർച്ച ചെയ്യാനായിട്ടൊന്നുമില്ല. ഫിനാൻസ് റിപ്പോർട്ടിനെയും പാലക്കാട് ഡിവിഷന്റെ പ്രതിനിധി ഞാൻ അംഗീകരിക്കുകയാണ്. ഞാൻ ലോകം അവസാനിപ്പിക്കുന്നു. ഉപയോഗം unnamed comments. Current General Committee have proved the existence of the ALRC as a fighting organization in protecting the interest of the local staff. The past 4 years, in a very good manner, in a visible manner, it has given the very good indication to the administration as well as the local cadre of the South Zone. After the statutory survey program for the 55th Commission in the year 1997,
the functioning, organizing all the divisions together in a good fashion, and it has brought the local running staff of Southern Railway in a situation to take a decision for a massive agitation like strike for protecting the pay scales and the retrograde recommendations of RAC 2002 in a shorter period. We are all well aware that we are badly affected, started getting affected by the policies of the railway administration through this privatization in the recent past 2 years. Local running staff are mainly affected by the privatization policy through the shape of poor maintenance of running roads, and recently withdrawal of box boys and insisting the drivers to carry the personal equipments. In some shape, like refusal to accept the personal tools and refusal to carry the personal equipments, the agitation is continuing. But we have to, all divisions, all running staff, whenever such condition is imposed, must be prepared to oppose such movements in a direct manner, so that the effects of privatization and these impact policies will not give adverse effect on local running staff. Madras Division have played a vital role in organizing the zonal dharmas and joint protest programs as directed by the zonal committee and central committee in the past 2 years. With their effective guidance. In this report, the membership positions in the divisions are coming down marginally, it was mentioned by the zonal secretary. The actual position is the total strength of running staff ourselves has got diminished in divisions concerned in the past 4 years. The number of retired staff who are retired, those vacancies are not filled. And the induction in the feeder cadre for the assistant driver is not made according to the requirement. That is also the other reason for drop in membership. To boost up this, all divisions are having the responsibility in addition to the zonal committee in inducting more members to our organization by enlightening them the pros and cons of the local running cadres prospects in a proper manner. The zonal committee and central committee must play a vital role in educating the newcomers and how they are going to be affected in the future. If nothing is done now, today, if no step is carried out, no struggle is carried out to protect their interests. So in those lines, effective program will have to be organized. Then only we can go to the youngsters, newcomers, and induct them into our organization. In every program, we are speaking about the past histories of our struggle, which are all well suitable for those situations in which most of the local running staff are just at the levels of SSLC. Now, we are having local running cadre entering into the railways
with a qualification of diploma in engineering to an engineering degrees. To attract such staff, the dimension of the organization, the functioning of the organization will have to take a different shape so that the interest of working class, that is local running class, can be protected. We have organized a number of expeditions for this REC 2002. Though everything was organized in a very good manner, we are not able to get a concluded report that REC 2002 is dropped. As our Secretary's report said, all divisions, all cadres, all members of local running staff shall play a vital role to take the message of the adverse effects of REC 2002 and prepare all the cadre for a joint struggle. And I congratulate the zonal body, zonal committee, which have taken effective steps in rectifying the anomalies of the pensionary benefits, where some 600 to 700 rupees were lost by the pensioners because of DP merging. An effective step was taken by our zonal committee, which was that credit only ARs will get, because no other union have represented it in a proper manner. And the zonal committee especially worked out it well and compensated the loss they were drawing before the implementation of DP merger pension. This protest program was organized in the TVC division for not wearing the uniform. The reason was quoted. Protest against poor quality of uniforms resulted in not compulsion from the side of administration to wear uniform. But I wish to point out here, it is not the actual case in Madras division, where now they started insisting uniform by supplying 2 sets a year. With the complaints of last year from Palaka division regarding the poor quality, now this Excise Corporation have supplied Excise Corporation have supplied shirting and pant cloths, and Madras division running stock are supplied. And now the administration, divisional administration is insisting to wear the uniform. We have to think about the situation that this uniform issue is concerned. We have to take a common decision whether to accept or not, or to wear or not, or to accept cash in place of cloth. So the zonal committee will have to effectively think on that and come out and take a common decision. As far as COM is concerned, only protest programs we have organized. The outcome is only the links are not implemented, but the sanction strength are accordingly reduced, which is going to have an immediate effect of ourselves not getting the leave requirement and training program as per schedule. We have to go for a massive education program at a shorter date to give an indication to the administration that if such policies are not stopped, we find one alternate than stopping the trains. The transfer orders of Radhakrishna Menon to TBD division for the number of costs. A common decision was taken to fight for 8 hours duty. So for that also, because division is already prepared to abide by the decisions for a strike program, like any decision was taken by the zonal level and extend our maximum support. As quoted in the calculation of DA by including 30% of DP and
our division will extend our cooperation as per the directives of Zonal Committee. Finally, the big question in front of us is now, the study program of 97, we were able to achieve only some of the senior grade scales and a separate scale for male driver. We are not able to achieve the task of better pay scale for the assistant loco pilots. Now we are going to have a lot of new faces in our organization with the diploma and engineering degree as a qualification. Our ultimate aim must be to get better pay scales for the assistant loco pilots, so that the topmost grade of a male driver will be elevated accordingly based on the induction grade and pay scale. Finally, though this General Secretary's report clearly say the coming days are not too turbulent for a running man, which and every member of the association, our organization, shall realize this. And not only in the interest of protecting our categorical interest, our organizational interest must also be kept in mind and come forward for taking the portfolios for running the organization in an effective manner. With this, I conclude and thank all of you for giving me this opportunity. திருச்சி டிவிஷன் சார்பாக எனது முதல் வணக்கத்தை தெரிவித்துக் கொள்கிறேன். சோனல் செக்ரட்டரியுடைய அறிக்கையிலே மிக விரிவாக இல்லை என்றாலும் கூட கடந்த காலங்களிலே நாம் நம்முடைய இயக்கத்தின்பால் செயல்பாடுகளை இங்கே குறிப்பிட்டிருக்கின்றார். அதிலே மெம்பர்ஷிப் என்பது எனக்கு முன்னாடி கூடிய மெட்ராஸோட கூட குறிப்பிட்டார். தொடர்ந்து மெம்பர்ஷிப்பினுடைய எண்ணிக்கை என்பது குறைந்து கொண்டே வந்திருக்கிறது. அதற்கு ஒரு காரணம், நம்ம ரன்னிங் ஸ்டாஃப்னுடைய ஸ்ட்ரென்த்தே நாளுக்கு நாள் என்ன சொல்லுவாங்க, தேதி கட்டது மாதிரி அதுமாரி நம்மளுடைய ஸ்ட்ரென்த் என்பது நாளுக்கு நாள் குறைந்து வருகிறது. அதோடு மட்டுமல்லாமல் இந்த RAC என்ற பயங்கரமான பூதம் அதன்பால் பல தோழர்கள் தங்களுடைய கடைசி கால பணியினை அதன் மூலம் நாம் வரக்கூடிய வருமானத்தை முழுமையாக ஈட்டுவோமா என்ற சந்தேகத்தின் அடிப்படையிலே நிறைய பேர் வாலண்டரி ரிட்டர்ன்ல போயிட்டே இருக்காங்க. நிர்வாகம் அடுத்தடுத்து புதிய வண்டிகளை விட்டுக் கொண்டிருக்கிறது. ஸ்பெஷல் ட்ரெயின் என்ற பெயரிலும் மற்றும் வெவ்வேறு வகையிலும். ஆனால் அதற்கான ஆட்களை இந்த நிர்வாகம் புதிதாக நியமிக்கிறதா என்றால் இல்லை. அதனை நாம் முக்கியமாக இந்த கமிட்டி கவனத்திலே கொண்டு இந்த நிர்வாகத்திற்கு ஒரு வலுவான ஒரு எதிர்ப்பினை நாம் தெரிவிக்க வேண்டும். ஏனென்று கேட்டால் வரக்கூடிய காலத்திலே ஒரு சிறிய ஒரு உதாரணத்திற்கு டிவிஷன் மீட்டிங்க அல்லது பிரான்ச் மீட்டிங்கில் போய் கலந்துக்கணும்னா கூட யாருக்குமே லீவு கிடைக்க மாட்டேங்குது. லீவு இல்லை அப்படின்னு சொல்லிட்டு நம்மளுடைய பணி என்பது நாளடைவிலே சுருங்கி கொண்டே வருகிறது. எனவே இதற்கெல்லாம் முற்றுப்புள்ளி வைக்கின்ற வகையிலே நம்முடைய பணியினை வருகாலத்திலே செவனை செய்வதற்கு இந்த 30% லீவ் ரிசர்வ், ட்ரைனிங் ரிசர்வ் இதெல்லாம் கட்டாயம் நாம் பெற்றே ஆக வேண்டும் என்பதனை இங்கே வலியுறுத்தி கொண்டு, இந்த செக்ரட்டரி ரிப்போர்ட்ல பார்த்தீங்கன்னா திருச்சி டிவிஷன் என்பது ரொம்ப கீழே இருக்கும். அப்போ
அதாவது வயது மட்டும் பெருத்து கை காலம் சூம்பி போயிருக்கிறது சவளப்புலன்னு சொல்லுவாங்க. அதே நிலையில தான் திருச்சி டிவிஷன் என்பது இங்கே இருக்கிறது. அதனை நம்மளுடைய ஜோனல் செக்ரட்டரி அங்கே டிரான்ஸ்ஃபர்ல வந்தபோது நேரடியாகவே கண்ணுக்கா இருந்தும் கூட திருச்சி டிவிஷன் பால் முழுமையான கவனம் செலுத்தவில்லை என்பதுதான் நான் வருத்தத்தோடு இங்கே தெரிவித்துக் கொள்ள வேண்டியது. வரக்கூடிய காலங்களிலே மற்ற டிவிஷன்களை போல திருச்சி டிவிஷனும் ஒரு உயர்ந்த எண்ணிக்கையிலே மெம்பர்ஷிப்பை அதிகமான கொடுக்கக்கூடிய வகையிலே வளர்ந்து வர வேண்டும் என்றால் அதற்கு இந்த சோனல் கமிட்டி முக்கியமாக திருச்சி டிவிஷன் பால் கொஞ்சம் சற்றே கண்டிருந்து பார்க்க வேண்டும் என்பதை இத்தருணத்திலே கோரிக்கொண்டு வாய்ப்புக்கு நன்றி கூறி விடைபெறுகிறேன். நன்றி வணக்கம். This was constructed by an assistant loco pilot of Palakkad division named Musa. On behalf of the Zonal Committee, I thank Comrade Muhammad Musa for constructing a fine memento for our Chief Minister. പ്രിയ കേന്ദ്ര നേതാക്കളെ, സോണൽ ഡിവിഷണൽ നേതാക്കളെ, സർക്കാരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയ പ്രതിനിധികളെ, സഹകാരികളെ, സോണൽ കമ്മിറ്റിയുടെ കഴിഞ്ഞ 4 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടാണ് ചർച്ചയ്ക്ക് അംഗീകാരത്തിന് വേണ്ടി ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത്. ഇതില് റിപ്പോർട്ട് വളരെ ധൃതി പിടിച്ച് അദ്ദേഹത്തിന്റെ സെക്രട്ടറിയുടെ ജോലിയിലേക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ ധൃതി പിടിച്ച് തയ്യാറാക്കിയ ഒന്നായിട്ടാണ് അനുഭവപ്പെടുന്നത്. നടത്തിയ പ്രോഗ്രാമുകളുടെ വിശദാംശങ്ങളോ അതുപോലെ തന്നെ നാൾവഴി അനുസരിച്ചുള്ള വിലയിരുത്തലുകളോ ഇല്ല എങ്കിലും സമഗ്രമല്ല എങ്കിലും എല്ലാവരും ഒട്ടുമിക്ക പ്രധാനപ്പെട്ട സംഭവങ്ങളും സ്പർശിക്കാൻ സെക്രട്ടറി ശ്രമിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം സോണൽ അഖിലേന്ത്യ നേതൃത്വത്തിൻ്റെയൊക്കെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിവിഷൻ എന്ന രീതിയിൽ, അതേപോലെ തന്നെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സോണൽ സെക്രട്ടറി എന്ന നിലയിൽ അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ ട്രിവാൻഡ്രം ഡിവിഷന് ഈ വിഷയത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. വളരെ 20 വർഷമായി ഇതേപോലുള്ള റെയിൽവേ പദ്ധതി, അതിനുശേഷം വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു സോണൽ നേതൃത്വമായിരുന്നു ഈ കഴിഞ്ഞ